ആളില്ലേ? ഇവിടെ ആരും ഇല്ലേ? എന്താ? ക്ലീറ്റസിനെ ഒന്ന് കാണണം. ക്ലീറ്റസിന്റെ വീടല്ലേ ഇത്? അല്ല, ക്ലീറ്റസ് അവിടെയാണ് താമസം. ആരാ? ഞാൻ ക്ലീറ്റസിന്റെ കൂട്ടുകാരൻ കോമളന്റെ ഭാര്യ കുസുമമാണ്. കോമളൻ മറ്റേ പാർട്ടിയിലൊക്കെ ഉള്ള താടി വെച്ച കക്ഷി? അതെ അതെ അതെ. എന്താ കാര്യം? ക്ലീറ്റസിനെ എനിക്കൊന്ന് കാണണം, അതുകൊണ്ട് വന്നതാണ്. ക്ലീറ്റസ് ഇവിടെ ഇപ്പൊ വരുമോ? ക്ലീറ്റസ് പുറത്തു പോയതാണ്, എപ്പോഴാ വരാന്ന് അറിഞ്ഞൂടാ. എന്താ കാര്യം? നിങ്ങളടുത്ത് പറയാമോ എന്ന് അറിഞ്ഞൂടാ, എന്നാലും എൻ്റെ ഫോണിൽ ഒരു പറയാൻ പറ്റാത്ത ഒരു മെസ്സേജ് ഇതാ വന്നിരിക്കുകയാണ്. നോക്ക്. എന്താണ്? ഇതാ നോക്ക്. ഞാൻ തനിച്ചാണ്, ഒന്ന് ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചേക്കാം. ഇങ്ങനത്തെ തെറ്റായ ഒരു മെസ്സേജ് എൻ്റെ ഫോണിലോട്ട് ഒരു കൂട്ടുകാരൻ്റെ ഭാര്യയുടെ ഫോണിൽ അയക്കാമോ അങ്ങേർക്ക്? അയ്യോ, ക്ലീറ്റസ് ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. ഇങ്ങനെയൊന്നും ചെയ്യില്ല. വന്നിരിക്കുന്നത് സത്യമാണേ. ഇത് സത്യമാണല്ലോ. എന്തപ്പോ അങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ അയാളെ കണ്ടെങ്കിൽ അയാളോട് നേരിട്ട് ചോദിക്കായിരുന്നു. അതെ, എന്താണെന്നറിയാമോ, എൻ്റെ അളിയനാണ്, പെങ്ങളപ്പുറമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം, ഞാൻ ക്ലീറ്റസ് വരുമ്പോൾ ഞാൻ ക്ലീറ്റസിനോട് ഇത് കൃത്യമായിട്ട് പറയാം. ഇനി മേലിൽ ഉണ്ടാവരുതെന്ന് ഞാൻ പറയാം. മറക്കാതെ ഓർമ്മയോടുകൂടി പറയണം. ഇനി മേലിൽ ഇങ്ങനെ ഒരു ആവർത്തിക്കരുത്. എൻ്റെ ഭർത്താവ് അറിയാതെയാണ് ഞാനിവിടെ വന്നത്. ഒരു കൂട്ടുകാരൻ്റെ ഭാര്യയാണ് ഞാൻ. ഇനി മേലിൽ ഇത് ഉണ്ടാവരുത്. ഞാൻ പോവേണം. ഞാൻ പറയാം, ചെയ്ത് തമ്മാടിത്തരാണ്. അതറിയേ. എൻ്റെ ദൈവമേ, ഇനി ഈ ഒരു ചീത്തപ്പേരും കൂടിയേ കേൾക്കാൻ ബാക്കിയുള്ളൂ. ഇവനെ കൊണ്ട് വലയൊരു ഈശ്വരൻ. ഈ ഓട്ടോറിക്ഷ വരുമ്പോൾ നീ ഇങ്ങനെ കൈ കാണിക്കണം. പക്ഷെ ഇത് അഹങ്കാരം കൊണ്ട് ഭയങ്കര ഫാസ്റ്റിൽ നോക്കാതെ അങ്ങ് പോകും. ഓക്കെ, അടുത്തത് വരുമ്പോൾ നീ കൈ കാണിച്ചു പോകും. പോയി. അടുത്ത ഈ ബസ് വരുമ്പോൾ കറക്റ്റ് കൈ കാണിച്ചാൽ നിർത്തും. പതുക്കെ വരുമ്പോൾ കൈ കാണിച്ചു നിർത്തും. ഇതെവിടെ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് കയറിയത് തിരി. ഇതെന്ത് കളിയാ? പുതിയ കളിയാ. പുതിയ കളിയാ. നീ തത്തേ കണ്ട? നമ്മുടെ ആ പുറത്തുള്ള കൗങ്ങിന്റെ മുകളിൽ തത്തയുണ്ട്. ആ കൗങ്ങിന്റെ അകത്ത് എങ്ങനെ തട്ട വരണേ? അവിടെ ഇലയും ഒന്നുമില്ല. എടീ, കൗങ്ങിലേ പൊത്തില്ലേ? പൊത്തുണ്ട് അതിനകത്ത്. ആ പൊത്തിനകത്താണ് തത്ത. ഉവ് ചകിരിയുടെ ചോറൊക്കെ വെച്ച് കൂടാ കൂട്ടിയിട്ട് 2 തത്തയുണ്ട്. ഒരു തത്തയുടെ ഇവിടെ ഇങ്ങനെ വെളുപ്പ് നിറമുണ്ട്. പോയി നോക്ക്. ആ വെളുത്ത തത്ത എപ്പോഴെങ്കിലും പുറത്തേക്ക് വരുള്ളൂ, എപ്പോഴും വരില്ല. കൈയിട്ട് നോക്കുകയും ചെയ്യരുത്, മാറി നിന്നിട്ട് ഇങ്ങനെ നോക്കണം. ആ വെളുത്ത തത്ത വരുമ്പോ എന്നെയും വിളിക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് കളിക്കാൻ വരും. പിന്നെന്താ കളിക്കാൻ വരും? ചാടിക്കളി. ചാടിക്കളിയോ അല്ലെങ്കിൽ പച്ചക്കറി പഴമ്പൂവോ? അതെ, ശരി. എന്നാ ഞാൻ പോയി നോക്കിട്ടെ. വെള്ള തത്തയെ കാണണമെങ്കിൽ വിളിക്കാമേ. കഴിച്ചു. നീ ഒന്നിട്ട് വന്നേ. എന്തേ പണിയുണ്ടാ? ഞാൻ സാമ്പാർ വെക്കായിരുന്നു. എനിക്ക് പണിയുണ്ടെന്ന്. നീ അവിടെ ഇരിക്കും, ഒരു കാര്യം പറയട്ടെ. എന്താ? അതെ, പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കണം. വെറുതെ ചാടി കളിച്ച് ബഹളത്തിന് വരരുത് കേട്ടോ. അങ്ങനെയാണെങ്കിലേ ഞാൻ അത് പറയുന്നതന്നെ ഉള്ളൂ. വല്ലാതെ പിടിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ എന്നോട് പറയണം. അതായത് ഒരു സ്ത്രീ വന്നിരുന്നു കുറച്ചും കൂടെ ഇവിടെ നമ്മുടെ വീട്ടിലോ? അപ്പൊ അവരുടെ മൊബൈലിലേക്ക് ക്ലീറ്റസിന്റെ മൊബൈലിൽ നിന്ന് എന്തോ മെസ്സേജ് പോയിട്ടുണ്ട്. അതിനെന്താ? അതിനെന്താന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല മെസ്സേജ് അല്ല. അതന്നെ നല്ല മെസ്സേജ് അല്ലേ? അവരതെനിക്ക് കാണിച്ചു തന്നു. എന്ത് എഴുതിയേക്കണേ? അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഇങ്ങോട്ട് വരൂ എന്നൊക്കെ ചോദിച്ചിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മറ്റേ അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള ആ താടി വെച്ചിട്ടുള്ള കക്ഷിയില്ലേ, കോമളൻ എന്താ പറഞ്ഞേ? കോമളന്റെ ഭാര്യയാണ്. ഇത് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ ഇനി അത് ഉണ്ടാവരുത് എന്നുള്ള നിലയ്ക്ക് പറയണം. ഇതിപ്പോ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കണേ? നീ ഇതിനെ കറിയണേ? ഇതെന്താന്ന് അറിയില്ല, അത് നമുക്ക് ചോദിക്കാം. നീ ചോദിക്കാൻ വേണ്ട. വിളിക്കാം. ഞാനിത് നിന്നോട് പറയണോ പറയണ്ടേന്നൊക്കെ ഞാൻ കുറെ ആലോചിച്ചു. പിന്നെ പറയാതിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്തിനു ചെയ്യണ്ടേ?
ഒന്നുകിൽ നീ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. നീ ചോദിച്ചിട്ട് വെറുതെ ഇനി അതൊരു വിഷയത്തിലേക്ക് കടക്കരുത്. അങ്ങനെ ആവുകയാണെങ്കിൽ, അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ തന്നെ പറയാം. അല്ല, ഇനിയിപ്പോൾ അങ്ങനെ ഒരു ചീത്തപ്പേരും കൂടി നമുക്ക് വരാൻ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ആയല്ലോ. പുറത്താരെങ്കിലും അറിഞ്ഞ എന്ത് വിചാരിക്കുന്നുള്ളതാണ്. നീ കരയണ്ടാന്ന്. നീ എന്തിനാ കരയണേ? നിനക്ക് അറിയാൻ മാത്രമുള്ള വിഷയമൊന്നുമില്ലല്ലോ. അങ്ങനെ മെസ്സേജ് അയച്ചു, അവർക്ക് ഇഷ്ടമില്ല, അവരതിൻ്റെ പേരിൽ ഒന്ന് ചീത്ത വിളിച്ചു, അത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ് ക്ലിയർ ചെയ്യുക. അബദ്ധങ്ങളാകും പറ്റൂലേ. അവനെവിടെ പോയതാ? പുറത്തേക്ക് പോകാനും പറഞ്ഞു പോയത്. എന്തായാലും വരട്ടെ, ഞാനും കൂടി സംസാരിക്കാം കേട്ടോ.